ഹലോ, നമസ്കാരം. എന്നോട് പലരും മെനു ചോദിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു കൃത്യമായ മെനു ഒന്നുമില്ല കേട്ടോ. അതുണ്ടെങ്കിൽ എനിക്കും എന്നെ അപ്രോച്ച് ചെയ്യുന്നവർക്കും ഈസിയാണ് കാര്യങ്ങൾ. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനൊരു കൃത്യമായ മെനു കീപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കേക്ക്സിലും ഡെസേർട്ട്സിലും പുതിയ സാധ്യതകളെക്കുറിച്ച് റെസ്റ്റ്ലെസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് എൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ കൃത്യമായിട്ട് എന്നും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ താല്പര്യമില്ല. എന്താണ് ഇനി പുതിയതായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഉറക്കത്തിനെ പോലും പലപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുന്ന ചിന്ത അതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ വാസ്തവം അതാണ്. ഇതുവരെ ഞാൻ ചെയ്യാത്ത കോമ്പിനേഷൻസ്, ഇതുവരെയും ട്രൈ ചെയ്യാത്ത കേക്ക്സ്, പഠിക്കാൻ ആഗ്രഹിച്ച പുതിയ റെസിപ്പി, ഇതൊക്കെയാണ് എന്നെ എന്നും എക്സൈറ്റ് ചെയ്യിക്കുന്നത്. ഞാൻ പഠിച്ചതോ മനസ്സിലാക്കിയിട്ട് ഉള്ളതോ ആയിട്ടുള്ള ഒരു കാര്യവും അതേപടി ചെയ്യാൻ പൊതുവെ എനിക്കിഷ്ടമില്ല. അങ്ങനെ ഒരു കാര്യം എന്നെ ഒരിക്കലും എക്സൈറ്റ് ചെയ്യിക്കില്ല. എനിക്കതിനകത്ത് ചെറുതോ വലുതോ ആയിട്ടുള്ള എന്തെങ്കിലും ട്വിസ്റ്റ് കൊണ്ടുവരാൻ പറ്റുമ്പോൾ അപ്പോഴാണ് അത് എൻ്റെ സ്വന്തമാവുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ തിരക്ക് കൂടിയത് കാരണം എനിക്ക് ഈ ചിന്തകളുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റാറില്ല. മനസ്സിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഇനി അടുത്തത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതനുസരിച്ചിട്ട് അതിൻ്റെ കൂടെ പോകാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല. അപ്പോൾ അതിൽ കുറച്ച് വിഷമിച്ചിരിക്കുകയാണ്. കാരണം എപ്പോഴും ഒരേ ടൈപ്പ് കേക്ക്സ് തന്നെ ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ അതിനൊരു മാറ്റം വേണമല്ലോ. അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു തവണയെങ്കിലും വേറൊരെണ്ണം ചെയ്യണം. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അഞ്ജലിയുടെ കോൾ വരുന്നത്. അഞ്ജലിക്ക് വേണ്ടിയിരുന്നത് എൻ്റെ എന്തെങ്കിലും പുതിയൊരു ഐറ്റമാണ്. ബ്ലൈൻഡ് ആയിട്ടുള്ള ട്രസ്റ്റാണ് കേട്ടോ അഞ്ജലിക്കൊക്കെ. അപ്പോൾ അഞ്ജലിയുടെ ഫാദറിൻ്റെ 70th ബർത്ത്ഡേക്ക് ചെയ്തിട്ടുള്ള പുതിയൊരു കേക്കാണിത്. ഇതിൻ്റെ ബേസ് കേക്ക് ബ്രിട്ടീഷാണ്. കുറേ നാളിന് ശേഷമാണ് ആ കേക്ക് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ടൈമിൻ്റെ കാര്യത്തിൽ ചെറിയൊരു അബദ്ധം പറ്റി. കുറച്ച് ഓവർ ബേക്ക്ഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫില്ലിംഗ് ആയിട്ട് സ്ട്രോബെറി ക്രീമാണ്. അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റൈല് കുറച്ച് ഫ്രഞ്ച് ആണെന്ന് പറയാം. പിന്നെ ടോപ്പിംഗ് ആയിട്ട് റോസ്മെറി ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള പേസ്ട്രി ക്രീമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വേറെ ഒരെണ്ണമാണ് കേട്ടോ മനസ്സിൽ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചെറിയ ഒരു ചേഞ്ച് സംഭവിച്ചു. അതുകൊണ്ട് ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നത്. ഇറ്റ് വാസ് ലുക്കിംഗ് റിയലി ഗുഡ്. പക്ഷെ മനസ്സിൽ വേറൊരു ഇമേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ആ ഇമേജിലേക്ക് കൊണ്ടുവരാൻ നോക്കണം എന്നാണ്. ഇതൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിലും ഈ കോമ്പിനേഷൻ എത്രത്തോളം വർക്ക് ആവും എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ കഴിച്ചു നോക്കിയിട്ടല്ലല്ലോ. എന്താണെങ്കിലും വൈകിട്ട് ഫീഡ്ബാക്ക് വന്നു. അങ്ങനെ ഒരു ഫീഡ്ബാക്കിന് വേണ്ടി ഇനിയും എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ നമ്മൾ റെഡിയാണ്. അഞ്ജലിയും ഹാപ്പി, ഫാമിലിയും ഹാപ്പി. പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ. ബേക്കിംഗ് എന്ന് വെച്ചാൽ എനിക്ക് ജസ്റ്റ് റവന്യൂ അല്ല, അത് എന്നെ സന്തോഷിപ്പിക്കുന്ന, എന്നെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വെറുതെ ഏർണിംഗ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിട്ട് ഇത് ചുരുക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. ഈ പറയണത് എത്ര പേർക്ക് റിലേറ്റബിൾ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് ഇങ്ങനെയാണ്.